AI റീപ്ലേസിങ് അവർ ജോബ്സ്. അത് ഗ്രാഫിക് ഡിസൈനേഴ്സിനെയോ പ്രോഗ്രാമേഴ്സിനെയോ മാത്രമല്ല, അങ്ങ് ഡോക്ടേഴ്സ് മുതൽ അങ്ങ് ഫാമിംഗ് ഇൻഡസ്ട്രി വരെ AI നമ്മുടെ ജോബ് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അകത്ത് നമ്പർ 1 ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ആണ്. ഡ്രൈവേഴ്സ് എന്തുകൊണ്ടാണ് നമ്പർ 1 ലിസ്റ്റിൽ വരുന്നതിന് മെയിൻ ആയിട്ടുള്ള റീസൺ, ഏകദേശം 4 ദശലക്ഷത്തോളം ജോബുകളായിരിക്കും ഈ പറഞ്ഞ ടെക്നോളജിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി US, ചൈന, കാനഡ എന്നീ രാജ്യങ്ങളിൽ ഡ്രൈവർലെസ് കാറുകൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്കും അത് എത്താനുള്ള ചാൻസസ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോണോമസ് കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേമോ ആണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. ഇത് ഗൂഗിൾ അഥവാ ആൽഫബറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ടെക്നോളജി ലോഞ്ച് ചെയ്തേക്കുന്നത്. പറഞ്ഞ ടെക്നോളജി ഏത് കാറിൽ വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് US അവരുടേതായിട്ടുള്ള കാറുകൾ തന്നെ യൂസ് ചെയ്യാം. അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർലെസ് കാറുകളായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുക. അത് നിങ്ങൾക്ക് ഒരു എഫർട്ട്ലെസ്സും ഇല്ലാതെ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. സെയിം ഫോർമാറ്റിൽ ഒരുപാട് കാർ കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ടെസ്ലയുടെ റോബോട്ട് ടാക്സി മാർക്കറ്റിലുണ്ട്. അതേപോലെ തന്നെ ചൈനയുടെ ബെയ്ദു എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോളോ ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സിയും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ചൈന, US, അതേപോലെ തന്നെ നമ്മുടെ ദുബായ്, ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഇത് ഓൾറെഡി ടെസ്റ്റ് റൺ ചെയ്യും. ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അത് മാത്രമല്ല, ഇത് എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വളരെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഏകദേശം സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്, ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്, ഊബറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഹ്യൂജ് ജോബ് ലോസിന് കാരണമാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോഗ്രാമിങ്ങും ഡിസൈനിങ് ഒക്കെ ആകുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് ലെവൽ, ഒരു ഹ്യൂമൻ അസിസ്റ്റൻസ് വരുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ്ലി നമ്മുടെ ഡ്രൈവറിനെ തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇത് ഓട്ടോണോമസ് ആയിട്ട് ബിഗ് കമ്പനികൾക്ക് ഫ്ലീറ്റ് മാനേജ്മെന്റ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ഈ ഇൻഡസ്ട്രി തന്നെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അത് മെയിനായിട്ട് ഊബർ അവരുടേതായിട്ടുള്ള ഓട്ടോണോമസ് കാർ അവർ പുറത്തിറക്കാൻ പോകുന്നു. അത് മാത്രമല്ല, അത് ഗൂഗിളും ബാക്കിയുള്ള ടെക്നോളജി, ഈ ഗൂഗിളിൻ്റെ ഈ ടെക്നോളജി ബാക്കിയുള്ള കാർ കമ്പനികൾ അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ തന്നെ ആവശ്യമില്ലാതെ വരുന്നൊരു സിറ്റുവേഷൻസിലേക്കാണ് പോകുന്നത്. അതിന് ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട. എന്നാണോ ഈ ടെക്നോളജി ഇന്ത്യയിലേക്ക് വരുന്നത്, ഇമ്മീഡിയറ്റ്ലി നമ്മളെ എഫക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഡ്രൈവർലെസ് കാറുകളിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നതാണ് വെയ്മോ. ഗൂഗിളിൻ്റെ തന്നെ ആയതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രൈവർലെസ് കാർ എന്ന് പറഞ്ഞ ടെക്നോളജി ഗൂഗിൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ റീക്യാപ്ച എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോപ്പപ്പ് വരികയും അവിടെ നമ്മൾ തന്നെ ഇമേജിന് സെലക്ട് ചെയ്ത് കൊടുക്കുകയും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റീക്യാപ്ചയിൽ വരുന്നത് ട്രാഫിക് സിഗ്നലുകളും ക്രോസ് ഓവർ, അതേപോലെ പെഡസ്ട്രിയൽ ക്രോസുകളും, ബസ്, ബൈക്ക്, ഇങ്ങനെയുള്ള ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജുകളായിരിക്കും വരുന്നത്. നമ്മൾ ഓരോ തവണ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ അവരുടെ AI സിസ്റ്റത്തിനെയാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇന്ന് നമ്മുടെ ജോബ് ലോസിന് തന്നെ കാരണമാകുന്ന രീതിയിലേക്ക് ഇന്ന് ഈ ടെക്നോളജി മാറിയിരിക്കുകയാണ്. ഇത് ചെറിയ രീതിയിലല്ല, ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത് മിഡിൽ ക്ലാസ്സിലും അതേപോലെയുള്ള ഊബർ പോലുള്ള ടെക്നോളജികളിൽ ഉപജീവനം കണ്ടെത്തുന്ന ആളുകൾക്കുമായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൾട്ടർനേറ്റീവായിട്ട് നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക. പുതിയ എന്തൊക്കെ ജോലിയിലേക്കായിരിക്കും നിങ്ങൾക്ക് മാറാൻ പറ്റുക എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾക്ക് അറിയാവുന്നതോ ആരെങ്കിലും ഒരു ഡ്രൈവർ ജോബ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മെയിനായിട്ട് ഇത് വരുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനെതിരെ JCB വന്നപ്പോൾ സമരം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇതിനെതിരെ സമരം ചെയ്തിട്ടൊന്നും നമുക്ക് കാര്യമില്ല. കാരണം ഇറ്റ് വിൽ കം. കാരണം മാർക്കറ്റിന് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഡ്രൈവിംഗ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ഈ ഡ്രൈവർലെസ് കാറുകൾ വരും. നാളെ ഇനി പോകണമെങ്കിൽ ഒരു ഡ്രൈവറിന്റെ ആവശ്യമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി പുതിയ എന്തൊക്കെ ജോബുകളായിരിക്കും വരാൻ പോകുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഓട്ടോണോമസ് ഫ്ലീറ്റ് മാനേജർ എന്നുള്ള ജോബ് കാറ്റഗറി വരും. കാരണം ഇതേപോലുള്ള ഓട്ടോണോമസ് കാറുകളെ മാനേജ് ചെയ്യാനും അതിൻ്റെ ടെക്നീഷ്യൻസ്, അതേപോലെ തന്നെ ടൂറിസ്റ്റ്, നിങ്ങൾക്ക് തന്നെ ഇതേപോലുള്ള കാറുകളെ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഊബറിന് ഇതേപോലുള്ള കാറുകൾ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല, Airbnb ഒക്കെ പോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒരു കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊബർ പോലുള്ള പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കാറിനെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്തും നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യും, അല്ലെങ്കിൽ അത് ഇൻകം ജനറേറ്റ് ചെയ്യും. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. അതേപോലെ തന്നെ എന്തൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റികളാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യം നോക്കിയിരിക്കുക. എന്നാണോ ഇന്ത്യയിലേക്ക് ഈ ടെക്നോളജി വരുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാൾ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇതേപോലെ ടെക്നോളജി വരുന്ന സമയത്ത് പാനിക്കായി പെട്ടെന്ന് ഒരു ജോബ് ലോസിലേക്ക് പോകാതെ
ഇപ്പോൾ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്നോളജി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനും ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്കൊക്കെ എത്താൻ പറ്റും. ഇനി ഇതേപോലുള്ള ഒരുപാട് ജോബുകളെ ഈ AI റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി പല രാജ്യങ്ങളിലും US UK ഉള്ള പോലെ പല രാജ്യങ്ങളിലും പല ജോബുകളും റീപ്ലേസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ടെക്നോളജി ഇങ്ങോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ മാത്രമാണ്. അതിനു മുന്നേ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടെക്നോളജികൾ പഠിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. സോ ഇതേപോലുള്ള ഇനി എന്താണ് നമ്മുടെ ലിസ്റ്റിൽ ബാക്കിയുള്ളതെന്നുള്ള കാര്യം ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മോർ ഇതേപോലുള്ള AI റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.